നമസ്കാരം. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ഒരു ഭാഗം കർമ്മം ചെയ്യുന്നവരാണ്. പലതരം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പലതരം റോൾസ് നമ്മൾക്കുണ്ട്. കുടുംബനാഥൻ, കുടുംബനാഥ എന്ന റോള്, ജോലിയിൽ ബിസിനസ്സിൽ മറ്റൊരു റോള്, വിദ്യാർത്ഥികളാണെങ്കിൽ പഠിക്കുക എന്ന ഒരു കർമ്മം. ഇങ്ങനെ പലതരം കർമ്മങ്ങൾ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് ശരിയായ രീതിയിൽ കർമ്മം ചെയ്യേണ്ടത്? ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക്. ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റിപ്പോകും. നമ്മൾ ഇന്ന് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഭഗവത്ഗീതയിലുള്ള ഒരു ശ്ലോകം ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്, പലർക്കും അറിയാം. പക്ഷേ എങ്ങനെയാണ് ഇത് ഓരോരുത്തരുടെയും കർമ്മത്തിൽ ഉപയോഗിക്കേണ്ടത് എന്നതിൽ വലിയ കൺഫ്യൂഷൻ ഉള്ള ശ്ലോകം കൂടിയാണ്. ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകമായ കർമ്മണ്യേവാധികാരസ്തേ എന്ന് തുടങ്ങുന്ന ഒരു വേഴ്സാണിത്. ഈ ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 4ആയി വിഭജിക്കാം. 4 കാര്യങ്ങളാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ഭാഗം ചെയ്യാനുള്ളതും മറ്റു 3 ചെയ്യാൻ പാടില്ലാത്തതും ആണ് എന്നാണ് ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അവസാനം കാണുന്ന 3 ഭാഗത്തിലും മാ എന്ന് പറയുന്നുണ്ട്. മാ എന്ന് പറഞ്ഞാൽ അരുത് എന്നാണ് അർത്ഥം. ചെയ്യരുത് എന്ന രീതിയിലാണ് പറയുന്നത്. ഭഗവത്ഗീതയിലായത് കാരണം ഇതൊരു സ്പിരിച്വൽ ഇൻസ്ട്രക്ഷനാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല. നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന തത്വങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. ശരിയാണ്, ഇത് ആത്മീയതയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. എല്ലാ തലത്തിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തത്വങ്ങളാണ് ഭഗവത്ഗീതയിൽ ഉള്ളത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കെല്ലാവർക്കും അറിയാം. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ശ്രീകൃഷ്ണൻ അർജുനന് പകർന്നു കൊടുക്കുന്ന തത്വങ്ങളാണല്ലോ ഭഗവത്ഗീതയിലുള്ളത്. അർജുനൻ യുദ്ധം ചെയ്യേണ്ട സമയമെത്തിയപ്പോൾ വിഷമിച്ചിരിക്കുകയാണ്. കാരണം അപ്പുറത്തുള്ളത് ഭീഷ്മരാണ്, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ദ്രോണാചാര്യരുണ്ട്, അദ്ദേഹത്തിൻ്റെ കസിനായ ദുര്യോധനനും ദുര്യോധനൻ്റെ 99 സഹോദരന്മാരുമുണ്ട്. ഇവരെ എല്ലാവരെയും എങ്ങനെയാണ് കൊല്ലുക? കൊന്നിട്ട് എന്ത് പ്രയോജനം? കൊന്ന ശേഷം ഹസ്തിനാപുരം എനിക്ക് തിരിച്ചു പിടിച്ചതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത രഹസ്യം പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള മീനിങ്, കർമ്മണ്യേവാധികാരസ്ഥ എന്ന് പറയുമ്പോൾ നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ എന്ന് ശ്രീകൃഷ്ണൻ പറയുകയാണ്. മാ ഫലേഷു കഥാചന, ഒരിക്കലും കർമ്മഫലങ്ങളിൽ ആഗ്രഹം ഉണ്ടാകരുത്. മാ കർമ്മഫലഹേതുർഭൂ, നീ കർമ്മഫലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ ആകരുത്. മാ തേ സങ്കോസ്ത്വ കർമ്മണി, നിനക്ക് കർമ്മം ചെയ്യാതിരിക്കുന്നതിലും താൽപ്പര്യം അരുത്. ക്ഷത്രിയധർമ്മം പാലിക്കാനായി ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത്. ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്ത ഈ കാര്യം നമുക്ക് നമ്മുടെ ഭൗതികമായ ജീവിതത്തിലും മെറ്റീരിയൽ ലൈഫിലും ആത്മീയ ജീവിതത്തിലും സ്പിരിച്വൽ ലൈഫിലും കൃത്യമായി പകർത്താൻ കഴിയുന്നതാണ്. എങ്ങനെയാണ് എന്ന് നമുക്ക് ഉദാഹരണ സഹിതം നോക്കാം. ആദ്യം ഒരു പേരൻ്റ് ആണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. നിങ്ങളൊരു അച്ഛനാണ്, ഒരമ്മയാണ്, കുടുംബം നോക്കുന്ന വ്യക്തിയാണ്. ആ കുടുംബം എങ്ങനെ പോകണം എന്ന് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, ആഗ്രഹമുണ്ട്. അതനുസരിച്ച് നിങ്ങൾ കർമ്മം ചെയ്യുന്നു. കർമ്മണ്യേവ അധികാരസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡ്യൂട്ടി, സ്വധർമ്മം ചെയ്യണം. പക്ഷേ ആ സ്വധർമ്മം ചെയ്യുമ്പോൾ ഇന്നത് വേണമെന്ന് കടുംപിടുത്തം, പിടിവാശി പിടിക്കാൻ പാടില്ല. കുടുംബം നോക്കുന്ന സമയത്ത്, കുട്ടികളെ വളർത്തുന്ന സമയത്ത് നമുക്ക് ഡിസയേഴ്സ് തീവ്രമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിൽ കാര്യങ്ങൾ പോകണം എന്ന സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ കർമ്മം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമം അനുഭവിക്കേണ്ടി വരും. ബിക്കോസ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊള്ളണം എന്നില്ല. അതെങ്ങനെയാണ് ശരിയാവുക? ഞാൻ അധ്വാനിക്കുന്നത് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഭാര്യയ്ക്കും ഭർത്താവിനും അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടല്ലേ? അങ്ങനെ ഒരാഗ്രഹം പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് ഒരുതരം അർത്ഥശൂന്യതയല്ലേ എന്ന് നമ്മൾ ചോദിച്ചു പോകും. ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടത്, യു ആർ നോട്ട് ദ കോസ് ഓഫ് ദ ഫ്രൂട്ട്സ് ഓഫ് യുവർ ആക്ഷൻ. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമുണ്ടല്ലോ, അത് നിങ്ങളല്ല കൊടുക്കുന്നത്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ചെയ്തത് കാരണമാണ് ഇന്ന കാര്യങ്ങൾ നടക്കുന്നത് എന്ന്. യു ആർ എൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദറ്റ് പെർട്ടിക്കുലർ ആക്ഷൻ. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് നിങ്ങൾ. യു ആർ നോട്ട് ദ കോസ് ഫോർ ദ ഫ്രൂട്ട്സ് ഓഫ് ദി ആക്ഷൻ. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലത്തിൻ്റെ കാരണക്കാരി നിങ്ങൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിൽ അവകാശമില്ല. നിങ്ങൾക്കാകെയുള്ള അവകാശം കർമ്മത്തിൽ മാത്രമാണ്. കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. ഇതുകൊണ്ടാണ് നിങ്ങൾ കർമ്മഫലത്തിന് വേണ്ടി പ്രവർത്തിക്കരുത് എന്ന് പറയുന്നത്.
കർമ്മഫലത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ദർ ഇസ് എ ഡിറക്റ്റ് ലിങ്ക് ബിറ്റ്വീൻ യുവർ ആക്ഷൻ ആൻഡ് ദ റിസൾട്ട്സ് ആൻഡ് യു തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് മൈ ആക്ഷൻ ദാറ്റ് ലീഡ്സ് ടു ദ പർട്ടിക്കുലർ റിസൾട്ട്സ്. അതങ്ങനെയല്ല. അപ്പോൾ പിന്നെ ഞാൻ കർമ്മം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം ഉദിക്കും. അതുകൊണ്ടാണ് നാലാമത് പറയുന്നത്, നിനക്ക് കർമ്മം ചെയ്യാതിരിക്കുന്നതിലും താല്പര്യം അരുത് എന്ന്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അസുഖമുണ്ട്, പ്രതീക്ഷയില്ലാത്ത ഒരു രോഗമാണ്. നിങ്ങൾക്ക് ചികിത്സിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. യു ഹാവ് ടു ഗിവ് ട്രീറ്റ്മെൻറ്റ്. കാരണം ആ ട്രീറ്റ്മെൻറ്റ് ഫലിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങളല്ല നിശ്ചയിക്കേണ്ടത്. നിങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് ചികിത്സിക്കുക എന്നത് മാത്രമാണ്. അതിൻ്റെ ഫലം കൊടുക്കുന്നത് പ്രപഞ്ചമാണ്, ഈശ്വരനാണ്, നിങ്ങൾ അല്ല എന്നർത്ഥം. മറ്റൊരു കാര്യം, നമ്മൾ ഫലമുണ്ടാകില്ല എന്ന് വിചാരിച്ച് കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ അവിടെയും അറ്റാച്ച്മെൻ്റാണ്, ബന്ധനമാണ്. പോസിറ്റീവായിട്ടുള്ള ബന്ധനവുമുണ്ട്, നെഗറ്റീവായ ബന്ധനവുമുണ്ട്. പോസിറ്റീവായിട്ടുള്ള ബന്ധനം എന്ന് പറയുന്നത് ഇന്ന രീതിയിൽ കാര്യം നടക്കണം എന്ന് വിചാരിച്ച് ഞാൻ കർമ്മം ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള അറ്റാച്ച്മെൻ്റായി. ഏതായാലും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അത് കാരണം ഞാൻ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെയും നെഗറ്റീവായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ കർമ്മത്തെക്കുറിച്ചല്ല ശരിക്കും പ്രതിപാദിക്കുന്നത്, ആ കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ മനോഭാവം, റൈറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക്, അതാണ് പറയുന്നത്. ഇനി നിങ്ങളൊരു വിദ്യാർത്ഥിയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ പഠിക്കലാണ്, പരീക്ഷ എഴുതലാണ് നിങ്ങളുടെ ദൗത്യം, കർമ്മം. പഠിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും റിസൾട്ട്സിനെക്കുറിച്ച് കൂടുതലായ ചിന്തയുണ്ടെങ്കിൽ അതിൽ ആങ്സൈറ്റിയും നെർവസ്നെസ്സും ഉണ്ടാകുന്നു, ഉത്കണ്ഠ ജനിക്കുന്നു. ഉത്കണ്ഠ ജനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കൃത്യമായി പരീക്ഷ എഴുതാനും ബുദ്ധിമുട്ടായിരിക്കും. പഠനവും പരീക്ഷ എഴുത്തും വളരെ നന്നായി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് അവിടെ ആ മൊമെൻറ്റിൽ ഉണ്ടായിരിക്കണം. റിസൾട്ട് എന്ന് പറയുന്നത് ഭാവിയാണ്, ഫ്യൂച്ചറാണ്. നിങ്ങളുടെ മനസ്സ് പ്രസൻറ്റിൽ നിന്നും ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവ് കുറയുന്നു, പരീക്ഷ കൃത്യമായി എഴുതാനുള്ള കഴിവ് ഇല്ലാതെയാകുന്നു. ബൈ നോട്ട് ഫോക്കസിങ് ഓൺ ദ റിസൾട്ട്സ് യു സ്റ്റാൻഡ് എ ബെറ്റർ ചാൻസ് ടു ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ്. റിസൾട്ടിൽ ഫോക്കസ് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബെറ്ററായ റിസൾട്ട് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നീ കർമ്മഫലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാകരുത് എന്നിവിടെ പറഞ്ഞത്. ഇനി ഈ പ്രാവശ്യം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, പഠിക്കാൻ പോകുന്നില്ല, പരീക്ഷ എഴുതാൻ പോകുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിലോ അതും പാടില്ല. അതാണ് നാലാമത് ഇവിടെ പറയുന്നത്, നിനക്ക് കർമ്മം ചെയ്യാതിരിക്കുന്നതിലും താല്പര്യം അരുത് എന്ന്. കാരണം വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്ക് നിങ്ങൾ പരീക്ഷ എഴുതുന്നതിൽ മാത്രമല്ല, പല പല ഫാക്ടേഴ്സും ഉണ്ട്. നിങ്ങളുടെ പഠനം ഒരു വിഷയമാണ്, അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ മറ്റുള്ള കുട്ടികൾ എങ്ങനെയാണ് ഫെയർ ചെയ്തത്, എത്രത്തോളം ടഫായിരുന്നു എക്സാമിനേഷൻ, എക്സാമിനറിൻ്റെ മൂഡ് എന്തായിരുന്നു, വാല്യുവേഷൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, ഇങ്ങനെ പല പല ഫാക്ടേഴ്സുമായി ചേർന്ന് നിൽക്കുന്നതാണ് നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ധർമ്മം പഠനവും പരീക്ഷ എഴുത്തും മാത്രമാണ്. സമയാസമയങ്ങളിൽ പൂർണ്ണമായ ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കുക. ഇനി ഒരു ടീച്ചറാണെങ്കിലോ, അധ്യാപകൻ, അധ്യാപിക, അവർ കുട്ടികൾ എങ്ങനെയുണ്ട് എന്ന് നോക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ കുട്ടികൾ മോശക്കാരാണ്, ഇവർക്ക് എത്ര പഠിപ്പിച്ചാലും ശരിയാകില്ല എന്ന ഫീലിങ്ങോടുകൂടെ പഠിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ മാക്സിമം, നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി എന്താണ്, കൃത്യമായി പഠിപ്പിക്കുക എന്നതാണ്. അത് മാക്സിമൈസ് ചെയ്യുക. പഠിക്കാത്ത കുട്ടികളെക്കുറിച്ചുള്ള ആവലാതി പറച്ചിലെല്ലാം നിർത്തിക്കൊണ്ട് പൂർണ്ണ ശ്രദ്ധയോടെ നിങ്ങൾക്ക് കഴിയാവും വിധം പഠിപ്പിക്കുക. ഇനി നല്ല കുട്ടികളുണ്ടായിരിക്കാം, ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ക്ലാസ്സിൽ. അപ്പോൾ ചിലപ്പോൾ ചില അധ്യാപകർ വിചാരിക്കും എന്തായാലും അവർ പഠിച്ച് പാസ്സായിക്കോളും, അവർക്ക് ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ ട്യൂഷനുണ്ട്. നോ, നിങ്ങളുടെ ധർമ്മം എന്ന് പറഞ്ഞത് ഇതൊന്നും ചിന്തിക്കാതെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്. അതാണ് പറഞ്ഞത്, നിനക്ക് കർമ്മം ചെയ്യാതിരിക്കുന്നതിലും താല്പര്യം അരുത് എന്ന്. നിങ്ങളൊരു ഡോക്ടറാണെങ്കിലോ വൈദ്യനാണെങ്കിലോ റിസൾട്ട്സിനോടുള്ള അറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ് എബിലിറ്റിയെ ബാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഡോക്ടർ, ഒരു സർജൻ ഒരു മേജർ സർജറി പെർഫോം ചെയ്യാൻ പോവുകയാണ്. ആരാണ് പേഷ്യൻ്റ്? തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ. തൻ്റെ മകനോ അല്ലെങ്കിൽ മകളുമായിട്ടുള്ള ഈ അറ്റാച്ച്മെൻറ്റ് കർമ്മഫലത്തിൽ കൂടുതൽ താല്പര്യം ജനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സർജൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. ഇനി പേഷ്യൻ്റ് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഡോക്ടേഴ്സ് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. കാരണം എന്താണ്? അതാണ് നാലാമത് പറഞ്ഞത്, നിനക്ക് കർമ്മം ചെയ്യാതിരിക്കുന്നതിലും താല്പര്യം അരുത്. പ്രതീക്ഷയില്ലെങ്കിലും ചികിത്സ കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഭൗതികമായ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് പകർത്തേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ആത്മീയതയിലേക്ക് വരാം. സ്പിരിച്വൽ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കർമ്മം എന്താണ്? യുവർ സ്പിരിച്വൽ പ്രാക്ടീസസ്, നിങ്ങളുടെ സാധന,
അത് കൃത്യമായിട്ട് ചെയ്യുക. മനസ്സിലാക്കുക, ഈ സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ സന്യാസിമാർക്കുള്ളതല്ല, നമ്മൾക്കെല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഭൗതികമായ ജീവിതത്തിൽ കർമ്മം ചെയ്യുമ്പോൾ ആത്മീയതയുടെ ഫ്ലേവർ കൊണ്ടുവന്ന ശേഷം കർമ്മം ചെയ്യുക എന്ന് കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തത്. അങ്ങനെ മെഡിറ്റേഷൻ പ്രാക്ടീസസിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുന്ന ചില ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും, കർമ്മഫലങ്ങൾ. അത് മനസ്സിൽ കണ്ടുകൊണ്ട് കർമ്മം ചെയ്യരുത്, പ്രാക്ടീസസ് ചെയ്യരുത്. എപ്പോഴാണോ നിങ്ങൾ കർമ്മഫലം മുന്നിൽ കണ്ടുകൊണ്ട് പ്രാക്ടീസസിൽ ഏർപ്പെടുന്നത്, നിങ്ങൾക്ക് അവിടേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. എന്നാൽ എനിക്കിതിനൊന്നും കഴിയില്ല, എനിക്കതിനായിട്ടില്ല എന്ന് പറയാനും പാടില്ല. അതാണ് നാലാമത് പറഞ്ഞത്, നിനക്ക് കർമ്മം ചെയ്യാതിരിക്കുന്നതിലും താല്പര്യം അരുത്. ഇവിടെ ആത്മീയ പാതയിലേക്കുള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടതായ ടീച്ചിങ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങൾക്ക് വേണ്ട ഗുരു നിങ്ങളുടെ അടുത്തേക്ക് എത്തും. നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതി. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കർമ്മം ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾ ഓൾറെഡി സ്പിരിച്വൽ പാത്തിലാണ് എന്ന് മനസ്സിലാക്കുക. കാരണം അവിടെ ചെയ്യുന്ന വ്യക്തിയില്ല, കർത്താവില്ല. ശ്രീ രമണ മഹർഷി പറയുന്നു, ദ സെൻസ് ഓഫ് ഡൂവർഷിപ്പ് ഇസ് ദ ബോണ്ടേജ് ആൻഡ് നോട്ട് ദി ആക്ഷൻസ് ദെംസെൽവ്സ് എന്ന്. ഞാനാണ് ഡൂവർ, ഞാനാണ് കർത്താവ് എന്ന തോന്നലാണ് ബോണ്ടേജ്, ബന്ധനം, അല്ലാതെ ചെയ്യുന്ന കർമ്മമല്ല. മഹർഷി പറയുന്നു, ദ പ്രസന്റ് ഡിഫിക്കൽട്ടി ഇസ് ദാറ്റ് മാൻ തിങ്സ് ഹീ ഈസ് ദ ഡൂവർ, ബട്ട് ഇറ്റ് ഈസ് എ മിസ്റ്റേക്ക്. ഇറ്റ് ഈസ് ദി ഹയർ പവർ വിച്ച് ഡസ് എവറിഥിങ് ആൻഡ് man is only a tool. If he accepts that position, he is free from troubles. Otherwise, he quotes them. അതാണ് പ്രശ്നം, തെറ്റിദ്ധാരണ. ഞാൻ വിചാരിക്കുകയാണ് ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന്. വലിയ അബദ്ധമാണ്. ഐ എം ഓൺലി ആൻ ഇൻസ്ട്രുമെൻറ്റ്. മനസ്സാണ് വിഷയം. ചെയ്യുന്ന കർമ്മത്തിൽ എനിക്ക് 100% ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്ത് ജോലി ചെയ്യുമ്പോഴും എൻ്റെ മനസ്സെപ്പോഴും എന്നെ മുമ്പോട്ട് വലിക്കുന്നു. 100% മൈൻഡ്ഫുള്ളായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ കർമ്മം ചെയ്യുന്ന സമയത്ത് മൃഗങ്ങളെപ്പോലെ ഒന്നും ചിന്തിക്കാതെ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, സെൽഫിഷ് മോട്ടീവ്സ് പാടില്ല എന്നാണ് പറയുന്നത്. സെൽഫ്ലെസ് സർവീസ് ആണ് ഉദ്ദേശിക്കുന്നത്. സെൽഫ്ലെസ്സായി ഓരോ കർമ്മവും ചെയ്യാൻ കഴിയുന്നത് എൻ്റെ ഉള്ളിൽ ഒരു കർത്താവ് ഇല്ലാതെയാകുമ്പോഴാണ്. ഈ ശരീരവും മനസ്സും പലതും ചെയ്യുന്നു, പക്ഷേ കർത്താവില്ല. ദർ ഇസ് നോ ഡൂവർ, ഇറ്റ് ഈസ് ഓൺലി ആൻ ഇല്യൂഷൻ. ഈ സത്യം എപ്പോഴാണ് തിരിച്ചറിയുന്നത്? ആ നിമിഷം മുതൽക്ക് നമ്മൾ ഫ്രീഡം അനുഭവിക്കുകയാണ്. കാരണം ഒന്നിനും ഞാൻ ആളല്ല. ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മവും യഥാർത്ഥത്തിൽ ഞാനല്ല ചെയ്യുന്നത്. എൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ഹയർ സെൽഫുണ്ട്. ഞാൻ ഒരു ഉപകരണം മാത്രമാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റൊന്നും കാക്ഷിക്കാതെ ഞാൻ കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ അത് ദൈവികമായി മാറുന്നു. മുമ്പ് ഭഗവത്ഗീതയിലുള്ള ആദ്യത്തെ ശ്ലോകത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്ത സമയത്ത് കുറേ ആളുകൾ പറയുകയുണ്ടായി, വീണ്ടും ഇതുപോലെ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഇത് ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇതുപോലെയുള്ള അറിവ് താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും ചെയ്യാം, കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു സമുദ്രമാണ്. എൻ്റെ പരിമിതമായ അറിവാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ആഴത്തിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മറ്റ് പല സ്കോളേഴ്സും പറയുന്നത് കേൾക്കണം, പുസ്തകം വായിക്കണം. നന്ദി, നമസ്കാരം.